ചേരുന്നുണ്ട്. സുർജിത്ത്, പോൾ ചെയ്യപ്പെടാതെ പോയത് LDFന്റെ വോട്ടുകളാണ് എന്നത് തുടക്കം മുതൽ UDF പറയുന്നതാണ്. എന്നാൽ LDF അത് നിഷേധിച്ചിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ LDF ക്യാമ്പുകളിൽ നിന്ന് പുറത്തു വരുന്ന വിലയിരുത്തൽ എന്താണ്? അനുജ, UDF പറഞ്ഞിടത്താണ് കാര്യങ്ങൾ. കാരണം UDF ആദ്യഘട്ടത്തിൽ 5 ലക്ഷം വരെ ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പോളിംഗ് ശതമാനം പിന്നിട്ടതോടുകൂടി ഇവർ കൃത്യമായ രീതിയിൽ തന്നെ 4 ലക്ഷം എന്നുള്ള ആ ഒരു സംഖ്യയിലേക്ക് വോട്ട് ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിയുടെ എത്തുമെന്നുള്ള തരത്തിലുള്ള ഒരു ആധികാരികമായ തരത്തിലുള്ള കണക്കുകൂട്ടലാണ് നടത്തിയത്. ആ കണക്കുകൂട്ടൽ ശരിവെക്കുന്ന വിധത്തിലാണ്. മാത്രമല്ല പല ഘട്ടങ്ങളിലും ചോരാൻ പോകുന്നത് LDFന്റെ വോട്ടുകളാണ് എന്നുള്ള തരത്തിലുള്ള വിവരം അവർ ആ നേതാക്കളെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പറയുകയുണ്ടായിരുന്നു. അപ്പോൾ UDF പറഞ്ഞിടത്താണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ബലം വന്നപ്പോൾ പോലും ഇടത് വോട്ടുകളിൽ വലിയ രീതിയിലുള്ള ചോർച്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ ഒരു 80,000-ഓളം വോട്ടുകളുടെ കുറവ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ സംഖ്യയല്ല, ചെറിയ മാർജിനല്ല. പല LDF വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് വേണം കരുതാൻ. അതിൻ്റെ തുടർച്ചയായാണ് ഇത്തരത്തിൽ ഒരു അതിദയനീയമായൊരവസ്ഥ ഇവിടെ LDFനെ സംബന്ധിച്ച് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയേക്കാൾ ഏറെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അപേക്ഷിച്ച് രാഹുൽ ഗാന്ധിയേക്കാൾ ഏറെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. മാത്രമല്ല LDFന്റെ ശക്തി കേന്ദ്രങ്ങൾ, മാനന്തവാടിയിലടക്കമുള്ള ശക്തി കേന്ദ്രങ്ങളിൽ പോലും പ്രിയങ്ക ഗാന്ധി ആധികാരികമായ ലീഡ് നില ഉയർത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മാത്രമല്ല LDFന്റെ വോട്ടുകൾ വലിയ രീതിയിലുള്ളൊരു ചോർച്ച ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്കുകളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ പോലും അതിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 2,83,000-ഓളം വോട്ടുകളാണ് ആനിരാജ നേടിയത്. പക്ഷേ അതിൻ്റെ അടുത്ത 7 ഇലത്തേക്ക് പോലും എത്താൻ കഴിയാത്ത വിധത്തിൽ ദയനീയമായി കൂപ്പുകുത്തുന്ന വിധത്തിലേക്കാണ് LDFനെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലുള്ളൊരവസ്ഥ. മറിച്ച് BJPയെ സംബന്ധിച്ച് ആശ്വസിക്കാവുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. കാരണം BJP സ്ഥാനാർത്ഥിയായി നവ്യ ഹരിദാസ്, ഒരുപക്ഷെ ഒരു കോർപ്പറേഷൻ കൗൺസിലർ മാത്രമായ നവ്യ ഹരിദാസോട് മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ എന്നുള്ള സംസ്ഥാന അധ്യക്ഷനെ ഇറക്കിയാണ് BJP വലിയ രീതിയിൽ, അതായത് 1,41,000 എന്നുള്ള സംഖ്യയിലേക്ക് എത്തിയത്. പക്ഷേ ഇത്തവണ അത് 1 ലക്ഷം കവിയുന്ന വിധത്തിലേക്ക് അവരുടെ ലീഡ് നില ഉയരുന്ന അവരുടെ വോട്ട് ഷെയർ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. വോട്ട് ഷെയർ അങ്ങനെ ഉയരുമ്പോൾ സ്വാഭാവികമായി അതൊരു വിജയം എന്നുള്ള തരത്തിൽ തന്നെ BJPക്കും കൊടുക്കേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ ചോർച്ച സംഭവിച്ചിരിക്കുന്ന LDF വോട്ടുകളുടെ കാര്യത്തിലാണ്. അത് പല ശക്തി ദുർഗങ്ങളിലും ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ളൊരു വോട്ട് ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അത് ഇരുത്തി ചിന്തിപ്പിക്കുന്ന വിധത്തിലേക്ക്, ഇടതുപക്ഷത്തെ ഈ മണ്ഡലത്തിൽ ഇരുത്തി ചിന്തിപ്പിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കാര്യത്തിൽ പോലും അത്ര കണ്ട് വലിയ ഒരു സജീവത ഉണ്ടായിരുന്നില്ല എന്നുള്ള ആക്ഷേപം പൊതുവെ UDF നേതാക്കളെല്ലാം തന്നെ ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. LDF തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അത്ര കണ്ട് വലിയൊരു സജീവത പുലർത്തിയിരുന്നില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തെ ശരിവെക്കുന്ന വിധത്തിലാണോ എന്നുള്ള വയനാട്ടിൽ 3,94,734 എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധിയുടെ നിലവിലെ ഭൂരിപക്ഷം. മുഴുവൻ വോട്ടുകളും അവിടെ എണ്ണിക്കഴിഞ്ഞിട്ടില്ല. അത് 4 ലക്ഷത്തിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയുമില്ല. എന്നാൽ LDFിൽ വലിയ ചോർച്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആ കണക്കുകളൊക്കെ അവർ വിലയിരുത്തി തുടർ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് ആശ്വസിക്കാവുന്ന കണക്ക്.